വക്രതുണ്ഡ മഹാകായ കോടിസൂര്യസമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ ഒരു മനുഷ്യനെ പരാജയപ്പെടുത്തുന്നത് അയാളുടെ വിചാരങ്ങളിലെ മുഖ്യമായ ധാരയാണ്. ഇവിടെ ധർമ്മപുത്രർക്ക് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ആ പ്രവൃത്തി അധർമ്മമായിരുന്നോ എന്ന് അദ്ദേഹം എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കും. ഈ പരിശോധന നിർത്തുകയില്ല. പരിശോധന എവിടെ നിർത്തണമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഒരു അപ്രശമമായ ഒരു ആവശ്യം, ദുശ്ശമമായ ഒരാവശ്യം വരികയാണ് ഹിംസ എന്ന് തോന്നുന്ന ഒരു കർമ്മത്തിൻ്റെ. അതാണ് ഇവിടെ യുദ്ധം. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ദാർശനികമായും രാഷ്ട്രീയമായും സാമൂഹികമായും ആയുധപരമായുമുള്ള പങ്ക് വളരെ തുച്ഛമാണ്. ധർമ്മപുത്രർക്ക് അതിനകത്ത് പങ്കേയില്ല എന്ന് പറയാം. കാരണം ചൂതുകളി കള്ളച്ചൂതുകളി ആയതുകൊണ്ട് അത് അംഗീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് രാജ്യം ഇപ്പോൾ തന്നെ പിടിച്ചെടുക്കാം എന്നതായിരുന്നു ഭീമൻ്റെ ന്യായം. മാത്രമല്ല വലിയ ഒരു അതിക്രമം, ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത, പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു അതിക്രമം അന്തഃപുര സ്ത്രീയായ പാഞ്ചാലിയെ പിടിച്ചു വലിച്ച് ഇഴച്ച് ആണ് അവരെ വിസമ്മതിച്ചിട്ട് വലിച്ച് ഇഴച്ച് ആണ് അവരെ വേദിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിനെ അവിടെ ഇരുന്നിരുന്ന ധർമാഗമജ്ഞന്മാരാരും എതിർത്തില്ല. ധർമ്മശാസ്ത്രത്തെക്കുറിച്ചും ആഗമത്തെക്കുറിച്ചും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും അതിൻ്റെ വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും സർവചിന്തകളുടെയും സർവ ചിന്താ വിഭാഗങ്ങളുടെയും വിശാരദന്മാരുണ്ടായിരുന്ന ആ സദസ്സ് മിണ്ടാതിരുന്നതേ ഉള്ളൂ. അവസാനം അപ്രധാനിയായ ദുര്യോധനൻ്റെ സഹോദരനാണ് അവിടെ കയറിയിട്ട് പാഞ്ചാലി കടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. പിന്നെ വിതുരർ പറയുന്നത് ആരും ശ്രദ്ധിക്കാറില്ല, പ്രത്യേകിച്ച് കൗരവന്മാർ. മറ്റാരും അതിനെ സംബന്ധിച്ച് ആ പ്രവൃത്തി ധാർമ്മികമോ അധാർമികമോ എന്ന് പറയാൻ കൂട്ടാക്കാതെ നിന്നപ്പോഴാണ് പാഞ്ചാലി ഭീഷ്മരെ പ്രത്യേകം പേരെടുത്ത് വിളിച്ചത്. ഞാൻ പണയപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്, അല്ലയോ പിതാമഹ, അങ്ങ് ഈ സഭയിൽ വായെ തുറന്ന് പറയണം. അദ്ദേഹം തലയും കുമ്പിട്ടിരിക്കുകയായിരുന്നു. തല ഉള്ള സ്ഥിതിക്കും അത് കുമ്പിടാവുന്ന തരത്തിൽ, കുമ്പിടിക്കാവുന്ന തരത്തിലാണ് അതിൻ്റെ ഘടന എന്നുള്ളതുകൊണ്ടും കുമ്പിട്ടിരിക്കാവുന്നേ ഉള്ളൂ. എങ്കിലും പൊക്കടോ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. തല താനെന്ന് നോക്ക ഈ സദസ്സിലേക്ക്. അപ്പോൾ പറഞ്ഞു ധർമ്മസ്യ ഗഹനാഗതി. ധർമ്മപുത്രരുടെ ഉള്ളിലും അതാണ്, പണയപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയുള്ള ഉറപ്പാണ്. പണയപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തെ നേരിട്ട് ബാധിക്കുന്ന ഇത് നമ്മൾ പലപ്പോഴും ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് നമുക്ക് സർവ്വസാധാരണമായി അറിയാവുന്ന ചില ന്യായങ്ങളുണ്ടാകും, കാരണങ്ങൾ ഉണ്ടാകും. ആ കാരണങ്ങളിന്മേലാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്നതും കളിക്കുന്നതൊക്കെ. അല്ല, അത് ശരിയാണല്ലേ, അത് കോമൺ സെൻസ് ആണല്ലോ, ലോക അത്രേ ഉള്ളൂ. പക്ഷെ ഇത് എഴുതിയ ആളതല്ല ഉദ്ദേശിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കോമൺ സെൻസുകൾ ചെയ്യാനല്ലോ പള്ളി എഴുതി വെച്ചിരിക്കുന്നത്. സാർ, ഈ പണയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഇപ്രകാരം പൊതുസഭയിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കാമോ? അപ്പം അത് അതിൻ്റെ നിയമം എവിടെയാ? അത് ആർക്കാണോ പണയപ്പെട്ടത് അവർ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. അവർക്ക് മര്യാദ ഇല്ലെങ്കിലും. അല്ല, ഏതിനും ഒരു മര്യാദ വേണ്ട. ധാരാളം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് കൂടി ഒരു കാറ് പോകുമ്പോൾ സ്പീഡിലാണ് വരുന്നതെങ്കിൽ ആ കാർ ഓടിക്കുന്ന മര്യാദ ഉള്ളവരാണെങ്കിൽ ആളുകൾ ഇരു സൈഡിൽ കൂടി പോകുമ്പോൾ അവൻ സ്പീഡ് കുറയ്ക്കും. ഇല്ല, ഒരുത്താൻ അങ്ങോട്ട് ഓടിച്ചു പോവാണ്. നിങ്ങൾ ഈ ചെളിവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നടന്നു പോകുന്ന ഒരാൾ. ഈ പാഞ്ചാലിക്ക് മുമ്പ് പണയപ്പെട്ടവരാണല്ലോ ധർമ്മപുത്രനും ഭീമനും അർജുനും ഒക്കെ. അവരെ ഒന്നും ചെയ്തില്ലല്ലോ, ദുശാസനോ ദുര്യോധനോ. അവരെ അവമാനിച്ചില്ല, അവരെ ചവിട്ടിയില്ലല്ലോ, അവരെ തൊഴിച്ചില്ലല്ലോ. ഇല്ല, അവരെ എല്ലാം വസ്ത്രം അഴിച്ചു മുടിച്ചു. അത് പോകാൻ നേരത്തല്ലേ?
ഇത് പോകുന്നതിന് അത് മുമ്പല്ലേ അത് അഴിച്ചു വാങ്ങിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് അല്ല, ഇവിടെ അങ്ങനെ അല്ല, ഇത് അവരെ ആരെയും നുള്ളി പോലും നോവിക്കാതെ ഇത് തീരുമാനം- പാവം പാഞ്ചാലിയെ മാത്രം പിടിച്ചോണ്ട് പാവം വന്ന് പാഞ്ചാലി എന്നുള്ളതല്ല, പാഞ്ചാലിയുടെ അവർക്ക് വിരോധമുണ്ട്. പാവം പാഞ്ചാലി ഒന്നുമല്ല. പാവം പാഞ്ചാലി എന്ന് നമുക്ക് ഈ സഭയിൽ തോന്നുന്നതാണ്. പാഞ്ചാലിയോട് നമുക്ക് പാഞ്ചാലി പാവമാണെന്ന് തോന്നുന്നത് പാഞ്ചാലിയെ വേണ്ട വിധത്തിൽ അറിയാത്തതുകൊണ്ടാണ്. അല്ല ആ സഭയിലായതുകൊണ്ടും ആ സഭയിൽ അങ്ങനെ വന്ന് ഈ ഭർത്താക്കന്മാരിയ്ക്കുമ്പോൾ പെരുമാറാൻ പാടില്ലാത്തതുകൊണ്ടുമാണ്. അല്ലെങ്കിൽ ഒറ്റ ചവിട്ടിനെ ഇവനെ താഴ്ത്തിടും പാഞ്ചാലി. ആരെ? ഈ ദുശാസനൻ. അങ്ങനെയാണെങ്കിൽ അവനെ താഴ്ത്തിട്ടതില്ല. അവൻ ധ്രുവതനെ അല്ല, ജയദ്രഥൻ. ജയദ്രഥൻ ജയദ്രഥൻ മോശക്കാരനൊന്നുമല്ല. അല്ല. ഒറ്റ വെട്ട് കൈകൊണ്ടാണ് വെട്ടിയത്, മറിഞ്ഞു പോയവൻ. അല്ല, പാഞ്ചാലി ഈ യുദ്ധമുറകളെല്ലാം ശീലിച്ചിട്ടുള്ള രാജകുമാരി തന്നെയാണ്. ഒരു വെടിയില്ല ആ കാര്യത്തിലൊന്നും. പിന്നെ സാധാരണഗതിയിൽ പെട്ടെന്ന് വലിയ വണ്ട് വന്നപ്പോൾ ശകുന്തള കരഞ്ഞതുപോലെ പെട്ടെന്ന് വന്ന ഒരു പെട്ടെന്നൊരു ശോകപ്രകടനം ഉണ്ടാകും. അത് സാധാരണ സ്ത്രീകൾക്കുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് ധൈര്യമില്ലെന്നോ അവർ യുദ്ധം ചെയ്യില്ലെന്നോ അവർ പുരുഷന്മാരെ പഠിക്കുമൊന്നും അല്ല. ഇവരെ ആരെയും ഈ ഭീഷ്മരിൽ തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞ് പാഞ്ചാലി പഠിക്കാനും പോകുന്നില്ല. അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കില്ല. വിളിച്ച് ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണ്? പിതാമഹ എന്ന് വിളിച്ചാൽ എടാ എന്നാണ് വിളിച്ചതിൻ്റെ അർത്ഥം. എടാ ഭീഷ്മരേ എന്നാണ് വിളിച്ചതിൻ്റെ അർത്ഥം. പിന്നെ ആ ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നു വന്നോളായതുകൊണ്ടാണ് ആ പിതാമഹൻ എന്നാക്കിയത്. അവിടെ പിതാമഹൻ എന്നുള്ളതിന് എടൻ എന്നാണ് അർത്ഥം. മലയാളത്തിലെ എടനാണത്. എടാ എന്നുള്ളതിന് എടൻ എന്നുള്ളതിന് ബഹുവചനം ഇല്ല. എടന്മാരെ കൂടുതൽ എടനിരിക്കുകയാണെങ്കിൽ എടന്മാരെ നിന്ന് വിളിച്ച് ശീലിച്ചിട്ടില്ല. വിളിച്ച് ശീലിക്കാവുന്നതേ ഉള്ളൂ. അല്ല, ആവശ്യമില്ലാതെ കയറി പിതാമഹ എന്ന് വിളിച്ചപ്പം ഒരു വ്യാജപ്രശംസ ആണത്. ഇതൊക്കെ താൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. തനിക്കിതെല്ലാം ഇതിൻ്റെ ധർമാധർമ്മങ്ങൾ നിർണ്ണയിക്കാൻ വേർതിരിക്കാൻ അറിയുന്ന ആളാണല്ലോ താൻ. എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നാണ്. ഇത്തരം സന്ദർഭത്തിൽ മിണ്ടേണ്ട ആളാണ് താൻ. അല്ലെങ്കിൽ ദ്രോണരെ അല്ല വിളിച്ചത്. ദ്രോണ എന്ന് വിളിച്ചില്ല, കൃപ എന്ന് വിളിച്ചില്ല, വിതുര എന്ന് വിളിച്ചില്ല. വിതുരരാണ് സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരാൾ. വിതുരനെയും വിളിച്ചില്ല. അപ്പം അത് ശരിക്കുള്ള ഒരു അടിയാണ് കൊടുത്തത് എല്ലാവർക്കും. പക്ഷേ ധർമ്മപുത്രൻ്റെ പ്രശ്നം അതല്ല. അബദ്ധത്തിൽപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിന് തൽക്കാലത്തേക്ക് വാശികർ ലഹരിയിൽ അദ്ദേഹത്തിൻ്റെ ബോധം മറഞ്ഞുപോയി എന്നുള്ളത് ശരിയാണ്. അപ്പോൾ താൻ ഏറ്റുരച്ച ചക്രവർത്തിയായ താൻ ചക്രവർത്തിയാണ്. അപ്പോൾ തോറ്റു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം തൊട്ട് അടുത്ത് വരെ ആ ചക്രവർത്തിത്വം പോയിട്ടില്ല. തൊട്ടടുത്ത നിമിഷം വരെ ചക്രവർത്തി ആയിരുന്ന ഒരാൾ ഒരു വാക്കെടുത്ത് പ്രയോഗിച്ചു, ഒരു പ്രതിജ്ഞ. ആ പ്രതിജ്ഞ താൻ തന്നെ ലംഘിക്കാമോ എന്നാണ്. ഇതാണ് പ്രശ്നം. ഈ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ മടക്കയാത്രയ്ക്ക് ഒരു സ്വീകരണം കൊടുത്തു അവിടുത്തെ സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട്. അതിൽ അദ്ദേഹത്തിന് പാരിതോഷികങ്ങളും കൊടുത്തു. പണം കയ്യിലില്ലാത്തവരെ മാല ഊരി കൊടുത്തവരുണ്ട്, കമ്മലൂരി കൊടുത്തവരുണ്ട്. ഇതെല്ലാം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. കൊടുത്താൽ സ്വീകരിക്കാമല്ലോ. കണ്ട് ചോദിച്ചാൽ അതുകൊണ്ട് ഞാനിങ്ങനെ പോകണം. അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു വീടും വയ്ക്കണം, ഒരു കാറും മേടിക്കണം. അപ്പം ഞാൻ ഇതുവരെ ചെയ്ത സേവനത്തെ ആസ്പദമാക്കി നിങ്ങൾ എന്തെങ്കിലും ഇപ്പം കയ്യിലുള്ളത് ഒക്കടയിലോ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന എന്തെങ്കിലും ഉള്ളത് തന്നാൽ നന്നായിരിക്കും. തന്നില്ലെന്ന് വെച്ചിട്ട് എനിക്ക് വിരോധവും ഇല്ല. ഇങ്ങനെ ആണെങ്കിൽ ഗാന്ധിജിക്ക് പറയാമല്ലോ. ഉള്ളത് മതി, ഉള്ളത് മതി, രണ്ടെങ്കിൽ രണ്ട്, സന്തോഷമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ കൊണ്ട് കൊടുത്ത് അതെല്ലാം പൊതിഞ്ഞ് കിട്ടി കക്ഷത്തി വെച്ചുകൊണ്ട് അദ്ദേഹം പോന്നിരിക്കട്ടെ. ഇതങ്ങനെയല്ല ഉണ്ടായത്. അവർ നിർബന്ധമായിട്ട് കൊടുത്തതാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടും. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഈ കക്ഷിക്ക് ഉറക്കം വരുന്നില്ല. നമ്മളാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങിന് എന്തോ ആട്ടെ, കുറേ കാശും കിട്ടി, പൊന്നും കിട്ടി. അതുകൊണ്ട് ബോംബെയിൽ ഇറങ്ങുമ്പോൾ തന്നെ, കപ്പലിൽ ഇറങ്ങുമ്പോൾ തന്നെ വിറ്റ് കാശ് മേടിക്കാം. എന്നിട്ട് നല്ലൊരു ഓഫീസൊക്കെ ഇട്ട് കുറേ പുസ്തകങ്ങളൊക്കെ വരുത്തി വെച്ച് വക്കീലായിട്ട് പ്രാക്ടീസ് ഒരു വക്കീലായിട്ട് ഒരു പ്രാക്ടീസ് കൊണ്ട് തുടങ്ങിയതിന്
അപ്പോഴാണ് ഇരിയാൻ കൊണ്ട് ഈ കോട്ടുവായും നെടുവീർപ്പൊക്കെ ഇടുന്നത് കണ്ടപ്പോഴാണ് കസ്തൂറ എഴുന്നേറ്റ് ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇത് നാളെ രാവിലെ ഞാൻ തിരിച്ചു കൊടുക്കും അവർക്ക്. അപ്പോൾ ഭാര്യയെ വളരെ ബഹുമാനിച്ചിരുന്ന ഒരേ വ്യക്തിത്വമായിരുന്ന ആളുകൾ രണ്ട് വ്യക്തികളായിട്ട് മാറുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ ഇതിൽ സോഫിയ പറഞ്ഞ പോലെ സോഫിയ അല്ല, അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുക്കാം അത് സമ്മതിച്ചല്ലോ. സോഫിയ അതുവരെ തമ്മിൽ പലതരത്തിലുള്ള വഴക്കുകളൊക്കെ സോഫിയയും ടോൾസ്റ്റോയും തമ്മിലുണ്ടാകും. ടോൾസ്റ്റോയുടെ ഭാര്യയുടെ പേരാണ് സോഫിയ. ഇദ്ദേഹം എസ്റ്റേറ്റിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇതുപോലൊരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ എസ്റ്റേറ്റ് അവിടുത്തെ കുടിയാന്മാർക്ക് എഴുതി കൊടുക്കാൻ പോകുന്നു. ഈ മനുഷ്യന് വട്ടായി പോലും എത്ര പെട്ടെന്ന് എന്നായി സോഫിയയുടെ വിചാരം. മക്കളൊക്കെ വിളിച്ചുകൊണ്ട് മക്കൾ പറഞ്ഞു ഇയാൾ ഇപ്പം തന്നെ പിടിച്ച് പൊട്ടിയിടണം, ഇയാൾ നേരെ വെളുത്തെങ്കിൽ ഇയാൾ അവിടെ പോവുകയും അവർക്ക് എഴുതി കൊടുക്കും. ഇത് ടോൾസ്റ്റോയി പറയുന്നത് അന്നത്തെ റഷ്യൻ ഭാഷയാണെങ്കിലും സോഫിയയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായില്ലാത്തൊരു ഭാഷയാണ് ഈ പറയുന്നത്. അവിടെ വെച്ച് അവരുടെ മാതൃഭാഷ രണ്ടായി. സോഫിയയുടെ റഷ്യൻ ഭാഷ ടോൾസ്റ്റോയുടെ റഷ്യൻ ഭാഷ അല്ലാണ്ടായി. ടോൾസ്റ്റോയുടെ റഷ്യൻ ഭാഷ സോഫിയയുടെ റഷ്യൻ ഭാഷ അല്ലാണ്ടായി. കാരണം അവർ രണ്ടുപേരും പഠിച്ചിരിക്കുന്ന മോസ്കോയിലെ ഏറ്റവും നല്ല റഷ്യൻ ഭാഷയാണ് എൻ്റെ ഉച്ചാരണത്തിൽ. ആ റഷ്യൻ ഭാഷയിലൂടെ അദ്ദേഹം ഒരു സംഗതി പറഞ്ഞത് ഇവർക്ക് അംഗീകരിക്കാൻ വയ്യാത്തതോ സ്വസ്ഥനായ ഒരു വ്യക്തി പറയില്ലാത്തതോ ആണ്. അപ്പോൾ ഭ്രാന്ത് പിടിച്ച് തന്നെയാണെന്ന് അവർ വിചാരിച്ചു. പിന്നെ ഭ്രാന്തരെന്ന് മനസ്സിലായെങ്കിലും അദ്ദേഹത്തെ പിടിച്ച് പൂട്ടിയിട്ടു, മക്കളും അമ്മയും കൂടി. ഇതുപോലെയാണ് അതിൽ നിന്ന് ഒരു സാധനവും ഞാൻ എടുക്കുകയില്ല, നീ എടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ദാനം കിട്ടിയതെടുക്കാമോ എന്നുള്ളതല്ല, അപരിഗ്രഹം ശീലിക്കുന്നതിനുള്ള ഒരു മാർഗമായി അതിനെ പരിവർത്തിപ്പിച്ചു എന്നുള്ളതാണ്. സാമൂഹിക അല്ലെങ്കിൽ ലോക അല്ലെങ്കിൽ രാഷ്ട്ര അല്ലെങ്കിൽ ജനസേവനത്തിന് പദാർത്ഥമായി പോലും പ്രതിഫലം പറ്റാൻ പാടില്ല എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് പരിവർത്തനം ഉണ്ടാകാനുള്ള കാരണമായി ആ ദാനത്തെ അദ്ദേഹം മാറ്റി. അല്ല, മറ്റു കാര്യങ്ങളൊന്നും കസ്തൂർബ പറയുന്നതിനകത്തൊക്കെ ന്യായമുണ്ട്, ന്യായമില്ലായി ഒന്നുമില്ല. ചോദിച്ചതല്ല, അവർ കൊടുത്തതാണ്. അതിലൊരു നല്ല മാല സ്ത്രീയാണ്, അവർക്ക് അങ്ങനത്തെ നല്ല മാലകളില്ല. ആ ഒരു മാല എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ബാക്കി കൊടുത്താൽ നമ്മളാണെങ്കിൽ പറയും അത് നീ എടുത്തോ, ഞാൻ പറഞ്ഞേക്കാം അവരോട്. ഒരെണ്ണം എൻ്റെ ഭാര്യ എടുത്തു പോയി കേട്ടോ, ഒരെണ്ണമേ എടുക്കാവൂ. അതെ ഒരെണ്ണം എടുത്തു. പിന്നെ 2 ചെറിയ കമ്മൽ മക്കളുടെ കാതിൽ 2 കമ്മൽ ഇട്ടു. അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ മക്കളുടെ കാതിൽ 2 കമ്മൽ ഇട്ട് കൊടുത്തു. അതും അവിടെ പറയാവുന്നതേ ഉള്ളൂ. അപ്പോഴും ആളുകൾക്ക് സന്തോഷത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. അതല്ലേ പിള്ളേർക്ക് കൊടുത്തതല്ലേ, അത് നന്നായി, ബാക്കി ഇദ്ദേഹം തിരിച്ചു തന്നുവല്ലോ, എന്തൊരു മഹാത്മാവ്. അങ്ങനെ തൻ്റെ ഒരു മഹത്വം പ്രദർശിപ്പിക്കണമെന്നല്ല അദ്ദേഹത്തിന് ആ സമയത്ത് തോന്നുന്നത്. രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് അവരിൽ നിന്നൊന്നും സ്വീകരിക്കാതെ തനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണശാലയാക്കി ഈ ദാനത്തെ, ജനങ്ങളുടെ ഔദാര്യത്തെ, ജനങ്ങളുടെ സ്നേഹത്തെ, ജനങ്ങളുടെ സർവ്വസമ്മതത്വത്തെ അദ്ദേഹം പരിവർത്തിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതെ. അതുപോലെ ഇവിടെ ഈ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തെ വിട്ടുകളഞ്ഞിട്ട് അദ്ദേഹം താൻ ഏറ്റുരച്ച ഒരു വാക്ക് താൻ തന്നെ തിരുത്തി, അതും തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി താൻ തന്നെ തിരുത്താമോ? അങ്ങനെ തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ വസ്ത്രം ആക്ഷേപിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ സത്യത്തിന് എന്താണ് വില? സത്യത്തിന് വില ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവളുടെ വസ്ത്രം അഴിക്കാൻ പറ്റിയില്ല ഇവർക്ക്. കാരണം എന്തായാലും അപ്പോൾ നമ്മൾ കാണുന്നതില്ല, ഇതിൻ്റെ ബാഹ്യമായ സംഗതികളാണ്. നമ്മളെപ്പോഴും ഈ വസ്ത്രത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ചിന്ത പോകുന്നത്. പാഞ്ചാലിയുടെ അല്ല, വേറെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നില്ല. ഇതെല്ലാം ഇദ്ദേഹം കെട്ടിക്കൊണ്ടുവരുന്നത്, ആര് കെട്ടിക്കൊണ്ടുവരുന്നത്? വ്യാസൻ. ഇതെല്ലാം രചിച്ച് ഇത്തരമൊരു മുഹൂർത്തത്തിൽ കൊണ്ടുവന്ന് പൊട്ടിത്തെറിക്കാൻ പോകുന്ന
വിസ്ഫോടനാത്മകമായ ഒരു മുഹൂർത്തത്തിൻ്റെ നാടകീയതയുടെ ഉത്തുംഗതയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് ചക്രവർത്തി അയാളുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ഭാര്യയുടെ മാനം കാക്കുന്നതിന് വേണ്ടി ലോകാവസാനത്തോളം ചക്രവർത്തിമാർ അനുഷ്ഠിക്കേണ്ടുന്നതും നിലനിർത്തിക്കൊണ്ടുവരേണ്ടതുമായ പ്രതിജ്ഞാപരിപാലനത്തെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി അപകടപ്പെടുത്തുമോ എന്നതാണ്. അപകടപ്പെടുത്തിയില്ല. അവനെ വിശ്വസിക്കാം. ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്നത് അവനെയാണ്. അല്ലാണ്ട് അനിയന്മാരോട് കയറി ചക്രവർത്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ വസ്ത്രത്തിൽ കൈവച്ചവരുടെ എല്ലാം കൈവെട്ടി താഴ്ത്തിടുക എന്ന് പറയുകയല്ല വേണ്ടത്. അങ്ങനെ കൈവെട്ടി താഴ്ത്തിടാതെ തന്നെ അവരുടെ മാനം രക്ഷിക്കപ്പെട്ടു ലോകത്തിൽ. അത് ലോകത്തിൻ്റെ ശക്തിയാണെന്ന് കരുതിയാൽ മതി. അതിനു പകരം ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, വായിച്ചവരും നിരൂപകന്മാരും വിമർശകന്മാരും പഠേതാക്കളും ഇൻഡോളജിസ്റ്റുകളുമൊക്കെ ഇങ്ങനെ സദസ്സിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് സ്ത്രീയുടെ വസ്ത്രം ആക്ഷിപ്തമാക്കുന്നത് ശരിയാണോ എന്നതിലേക്ക് മാറി ചിന്തിച്ച് അനാവശ്യമായ ചർച്ചകളിലേക്ക് പോയി. ഇതാണ് വലിയ ചർച്ച. ധർമാനുഷ്ഠാനം, രാജാവിൻ്റെ പ്രതിജ്ഞ എന്നത് എല്ലാ രാജാക്കന്മാരും പ്രപഞ്ചാവസാനം വരെ നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതാണ് ഈ പ്രതിജ്ഞ. പ്രതിജ്ഞ എന്താണ്? പ്രതിജ്ഞ വൈ ബ്രഹ്മ. പ്രതിജ്ഞയാണ്. ഞാൻ എന്ന് വെച്ചാൽ അറിവ്. പ്രതിജ്ഞയിൽ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന സർവ്വസന്ധാരകമായ അറിവിൻ്റെ ഒരു കഷണമുണ്ട് ഓരോ പ്രതിജ്ഞയിലും. ഇപ്പോൾ അറിവിൽ ഉറച്ചു നിൽക്കുന്നതാണ് പ്രതിജ്ഞ. അതാ ഞാൻ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കില്ല ആളുകൾ. ഞാൻ എന്ന് വെച്ചാൽ ജ്ഞാനം, ജ്ഞാതി അറിയുന്നു, വേദം വിദതി, അത് നോക്കില്ല, അത് വിട്ടുകളി. വ്യാസൻ അതിലാണ് സർവ്വ ഊന്നലും കൊടുക്കുന്നത്. അങ്ങനെ ഒരാൾ ഭരണാധിപനായിരിക്കണം ഏത് രാജ്യത്തും. അതിപ്പോൾ ഉത്തരധ്രുവത്തിലായാലും കൊള്ളാം, ദക്ഷിണധ്രുവത്തിലായാലും കൊള്ളാം, ഭാരതത്തിലായാലും കൊള്ളാം, ഭാരതത്തിൻ്റെ മറുവശത്തായാലും കൊള്ളാം. ഭരണാധിപന്മാർ അങ്ങനെ ഇരുന്നാലാണ് രാജ്യത്തിന് വളർച്ചയുള്ളത്, ജനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ളത്, നാട്ടിൽ ന്യായം നടക്കുന്നത്, നാട്ടിൽ നീതി പരിപാലിക്കപ്പെടുന്നത്, നാട്ടിൽ സത്യത്തിന് വിലയുണ്ടാകുന്നത്, നാട്ടിൽ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ഭരണാധിപൻ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഭരണാധിപനോട് ആളുകൾക്ക് സ്വയം ബഹുമാനം തോന്നും. നിങ്ങൾ എന്നെ ബഹുമാനീരി എന്നും പറഞ്ഞ് നടക്കണ്ട, വഴിമാറി കൊടുക്കണ്ട. ബഹുമാനം വെറുതെ ആളുകളിൽ നിന്ന് ഒഴുകി ഇങ്ങനെ വരും. അവർക്ക് പേര് വിളിക്കാൻ തോന്നുകയില്ല, തമ്പുരാനെന്ന് വിളിക്കാൻ തോന്നും. കാരണം കയ്യിലിരിക്കുന്ന പ്രവൃത്തികത്തരമാണ്. അറിയാതെ വിളിച്ചു പോകുന്നതാണത്. തമ്പുരാൻ എന്ന് വെച്ചാൽ എന്നെ സംരക്ഷിക്കുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ്. അവനിൽ നിന്ന് നീതി കിട്ടിയിരിക്കും, അവിടെ നീതി നടപ്പായിരിക്കും, അവിടെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടും, അവിടെ വിളവിൽ സമൃദ്ധി ഉണ്ടാകും. വിളവിൽ സമൃദ്ധി ഉണ്ടാകാത്ത കാലത്ത് അവിടെ ടാക്സ് പിരിക്കില്ല. അല്ലാതെ പാഞ്ചാലി പിന്നെ മുണ്ടെടുത്തോ ഏത് സാരിയായിരുന്നു? പാർഷതി എന്നൊക്കെ പറഞ്ഞ് സാരിക്ക് പേരുണ്ടെന്നാണ് കേൾക്കുന്നത്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? പാർഷതി പാർഷതി. പാർഷതി അതുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ പാഞ്ചാലി ഏത് സാരി ഉടുത്തോണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, അത് ഏത് കടയിൽ നിന്ന് മേടിച്ചു എന്നുള്ളതല്ല പ്രശ്നം. അത് അന്നത്തെ ഏത് രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചോ, അത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന് ചൈനയിലും കൊണ്ടുവന്ന് പട്ടാണം കൊടുത്തിരുന്നുള്ളതല്ല. ആ വസ്ത്രം തന്നെ അവിടെ വിഷയമല്ല. സ്ത്രീയുടെ വസ്ത്രം എന്ന് പറയുന്നത് അവളുടെ സ്വഭാവത്തിൻ്റെ, പുരുഷനെ നിലയ്ക്ക് നിർത്തത്തക്ക വിധത്തിൽ ഉള്ള അവളുടെ സ്വഭാവത്തിൻ്റെ മഹനീയമായ ദാർഢ്യമാണ്. അതിലാണ് അവൾ വസിക്കുന്നത്. എവിടെ വസിക്കുന്നോ അത് വസ്ത്രം. അങ്ങനെയാണ് വാക്കുണ്ടാകുന്നത്. വാക്കിൻ്റെ അടുത്ത് പറഞ്ഞുകൂടാ. വസ്ത്രം എന്ന് പറഞ്ഞാൽ തുണി എന്ന് കരുതും. എന്തു ചെയ്യും? അപ്പം അങ്ങനെ തന്നെയാണ് അർത്ഥം നോക്കണ്ടേ. അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനെ. ഋഷിയുടെ നോക്കിയാൽ മതി. അപ്പം അതിനകത്ത് കൊടുക്കും വസതി, വസിക്കുന്നു. സ്ത്രീ എന്തിനാണ് വസിക്കുന്നത്? സ്ത്രീ വസിക്കുന്നത് അവളുടെ അഭിമാനത്തിലാണ്. അവൾക്കൊരു അഭിമാനമുണ്ട്. ആ അഭിമാനം അവിടെ കാണിച്ചു, വഴങ്ങി കൊടുത്തില്ല പുരുഷന്മാർക്ക്.
പുരുഷന്മാരുടെ വളരെ മോശമായൊരു വാക്കാണ് അവിടെ പറയേണ്ടത്, ഞാൻ പറയുന്നില്ല. അതാണ് ആ സദസ്സിൽ കാണിച്ചത്. സമുന്നതന്മാരായ വലിയ വംശത്തിലെ ചന്ദ്രവംശത്തിലെ പുരുഷന്മാർ കാണിച്ച തെണ്ടിത്തരമായിരുന്നത്. അത് നിഷ്പ്രയാസം ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ അവരെ പാഞ്ചാലി അവരെ കുഴപ്പത്തിലാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാണ് അവൾ വസിച്ചിരുന്നത്. അവൾ വസിച്ചത് അവളുടെ സ്വഭാവത്തിൻ്റെ ദാർഢ്യത്തിലാണ്, അവളുടെ ന്യായബോധത്തിലാണ്, അവളുടെ നീതിബോധത്തിലാണ്, അവളുടെ മൂല്യവിശ്വാസത്തിലാണ്. അവളുടെ പുരുഷന്മാർക്ക് മേലെയായിരുന്നു അക്കാര്യത്തിൽ എന്നുള്ളത് അപ്പോഴാണ് അവിടെ ഇരുന്നവർക്കൊക്കെ ബോധ്യപ്പെട്ടിരുന്നത്. കാരണം അവളുടെ സ്വഭാവത്തിൻ്റെ മഹിമ പ്രദർശിപ്പിക്കാൻ അതുവരെ അവസരമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഇവിടെ അവസരം കിട്ടി, അത് പ്രദർശിപ്പിച്ചു, എല്ലാവരും നിശബ്ദരായിപ്പോയി. അതാണ് ഭഗവാൻ അയച്ചു കൊടുത്ത സാരി എന്ന് പറയുന്നത്. അതാണ് അത് അവൾക്ക് ജന്മസിദ്ധമായ ദൈവം കൊടുത്തതാണ് ആ സ്വഭാവത്തിൻ്റെ മഹാത്മ്യം. അതാണ് ഭഗവാൻ അയച്ചു കൊടുത്ത സാരി. രണ്ട് ഭഗവാൻ എവിടെയാണ് സാരിക്കട നടത്തിയിരിക്കുന്നത്? ഏത് ദൈവം എവിടെ സാരിക്കട നടത്തി? ഒരു സാരിക്കട നടത്തിയില്ല, തുണിക്കട നടത്തില്ല. അപ്പം അതാണ് പ്രധാനമായ അതിലെ പ്രശ്നം. ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ കർണൻ എന്ത് പറഞ്ഞു, ദുശാസനൻ എന്ത് പറഞ്ഞു, ഇതിലേക്ക് എല്ലാം വ്യതിചലിച്ചു പോയി എന്നുള്ളതാണ്. അങ്ങനെ കഥയല്ലത്, കഥയുടെ പിറകിൽ ഒരു തത്വം ഉണ്ട്. ആ തത്വത്തിലാണ് അതാണ് പറഞ്ഞത്. എല്ലാ കഥയ്ക്കും അങ്ങനെ അതിന് സാർവകാലികമായ പ്രസക്തി ഉള്ളതാണ് ആ തത്വം. ആ തത്വത്തെ ഒരു നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചതാണ്, സിമ്പിളായിട്ട്. അപ്പോൾ ധർമ്മപുത്രർ അവിടെ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്തു. അവിടെ അയാൾക്ക് പതർച്ച വന്നില്ല. പലയിടത്തും പതറിപ്പോയി എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ധർമ്മപുത്രർക്ക് ആ പ്രത്യേക ഭാഗത്ത് ഒരു പതർച്ചയുണ്ടായില്ല. പേടിച്ചിട്ടല്ല ആരെയും. കാരണം അയാൾ സത്യത്തിൽ വിശ്വസിക്കുന്ന അയാൾ ആരെയും പേടിക്കുന്നുമില്ല. നീതിയിൽ വിശ്വസിക്കുന്ന ആളാണ്, അവിടെയും പേടിക്കില്ല. അപ്പം ഈ ധർമ്മപരീക്ഷയിൽ രണ്ടുപേരും ജയിച്ചു. ദ്രൗപദിയും ജയിച്ചു, ധർമ്മപുത്രനും ജയിച്ചു. മൂല്യങ്ങളിൽ വിശ്വാസമുള്ള ആളാണ്. മൂല്യങ്ങളിൽ വിശ്വാസമുള്ള ആൾ ആയുധം കയ്യിലിരിക്കുന്നതിനെ പേടിക്കില്ല. ആയുധം പരാജയപ്പെടുന്ന രംഗമാണത്. ആയുധത്തിന് അവിടെ ഒന്നും ചെയ്യാനില്ല. ആയുധത്തിന് വേണ്ടി എന്ന് ചെയ്യാവുന്നത് തലവെട്ടിക്കളയുക എന്നുള്ളതാണ്. ആ തലവെട്ടിക്കളയിൽ പിന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും തല പോകുന്ന തരത്തിൽ വ്യാപിക്കും. അതുകൊണ്ട് അത്തരം ആളുകളെ പേടിക്കും. അത്തരം ആളുകളുടെ സ്വഭാവത്തിൻ്റെ പ്രകടനത്തിന് വേണ്ടിയാണ് ഈ ഇതിഹാസം രചിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ഭരണാധിപൻ ഈ ധർമ്മപുത്രരെ വിശ്വസിച്ച് നമുക്ക് നമ്മുടെ രാഷ്ട്രം അദ്ദേഹത്തെ ഏൽപ്പിക്കാം, നമ്മുടെ വോട്ട് അദ്ദേഹത്തിന് കൊടുക്കാം എന്നർത്ഥം. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഇദ്ദേഹത്തിന് ഈ ചില പ്രത്യേക നിമിഷങ്ങളിൽ അദ്ദേഹം ധർമ്മം എന്തെന്ന് കണ്ടെത്തിയിട്ട് അത് ചെയ്യുമെങ്കിലും യുദ്ധം അനിവാര്യമാണെന്ന് വന്നപ്പോൾ ആ യുദ്ധത്തിൻ്റെ അനിവാര്യതയുടെ സാക്ഷാത്കാരത്തിൽ അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടുവെങ്കിലും പിന്നെയും അദ്ദേഹത്തിന് സങ്കടം നിൽക്കുകയാണ്. ധാരാളം ആളുകൾ, എണ്ണമറ്റ അസംഖ്യേയമായ പ്രജകളും കൂലിപ്പട്ടാളുണ്ട് ഇതിനിടയ്ക്ക്, അവരൊക്കെ മരിച്ചു. ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവർ മരിച്ചു. വെള്ളം വെച്ച് കെട്ടി തോൽക്കുടങ്ങളിൽ വെള്ളം വെച്ച് കെട്ടി വിട്ടിരിക്കുന്ന കുതിരകളും കഴുതകളും ഉണ്ട്, അത് മരിച്ചു. അവറ്റകൾ മരിച്ചു, അതിനൊന്നും എണ്ണമില്ല. ഒട്ടകങ്ങൾ മരിച്ചു. അതൊക്കെ മനുഷ്യന് സേവനം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ മൃഗങ്ങളൊക്കെ. അല്ല, അവർക്ക് വേണ്ടിയല്ല യുദ്ധത്തിൽ നിൽക്കുന്നത്. ഒട്ടകങ്ങളും മറ്റും അവയെല്ലാം മരിച്ചു. അവയുടെ ദീനരോധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ അപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തിൻ്റെ വേദനയിൽ, നിർദാക്ഷിണ്യമായ മരണത്തിൻ്റെ കടുംപിടുത്തത്തിൻ്റെ ദുസ്സഹമായ വേദനയുടെ അതിതീവ്രതയിൽ ഉള്ള സ്വയം രോദനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ബോധം കെട്ട് വീഴുന്നത്. പല പ്രാവശ്യം ബോധം കെട്ട് വീണിട്ടുണ്ട്. അങ്ങനെ ബോധം കെട്ടി വീണിട്ട് എഴുന്നേൽക്കുമ്പോഴും ഒരു പ്രധാന പ്രശ്നം വന്നാൽ ആ പ്രധാന പ്രശ്നത്തിൽ ധാർമ്മികമായ കാര്യമേ അദ്ദേഹം നിശ്ചയിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയാണ്.